അപകടത്തിൽപ്പെട്ടത് എല്ലാവരും മലയാളികളെന്ന് രക്ഷപ്പെട്ട വിൽസൺ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിൽ സ്ഫോടനം നടക്കുന്ന സമയത്ത് ജോലി ചെയ്ത എല്ലാവരും മലയാളികളായിരുന്നെന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിൽസൺ. താൻ ജോലി ചെയ്തിരുന്ന പടക്ക നിർമ്മാണശാലയിലാണ് ആദ്യം സ്ഫോടനം നടന്നതെന്നും ഓടി രക്ഷപ്പെടുന്നതിനിടെ തനിക്ക് പിറകെ ഒന്നൊന്നായി ശാലകൾ കത്തിയമരുന്നത് കാണേണ്ടി വന്നെന്നും വിൽസൺ ഒരു പ്രമുഖ മാധ്യമത്തിനോട് പ്രതികരിച്ചു. ജോലി ചെയ്യുമ്പോൾ കടുത്ത ചൂടായിരുന്നു അവിടെയെന്നും അതായിരിക്കാം അപകടത്തിന് കാരണമായതെന്നും വിൽസൺ പറഞ്ഞു. ജോലി ചെയ്യുന്ന സമയം മുഴുവൻ കടുത്ത ചൂടുണ്ടായിരുന്നു. തിരിയെടുത്തിടുന്നതിനിടയിൽ ആ ചൂട് പറ്റിയതായിരിക്കും പൊട്ടിത്തെറിക്ക് കാരണമായത്. സാധാരണ പോലെ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്നാണ് 5 മീറ്റർ അകലെ കനത്ത ശബ്ദത്തിൽ പൊട്ടിത്തെറി ഉണ്ടായത്. ഉടൻ തന്നെ ഞാൻ അവിടെ നിന്ന് മാറി. കയ്യിലുണ്ടായിരുന്ന കരിമരുന്നും തിരികളും അവിടെ ഇട്ടിട്ടാണ് ഓടിയത്. എല്ലാം തകർന്നെന്ന് മനസ്സിലാക്കി ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്ക് പിന്നിലുള്ള ഷെഡുകൾ ഒന്നൊന്നായി പൊട്ടുകയായിരുന്നു. എവിടെയും നിൽക്കാതെ ഓടുകയാണ് ചെയ്തത്, വിൽസൺ പ്രതികരിച്ചു. മലയാളികളല്ലാതെ പുറത്തുനിന്നാരും പണിക്ക് വന്നിരുന്നില്ല. നിയമവിരുദ്ധമായതോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതോ ആയ യാതൊന്നും ഉപയോഗിച്ചിരുന്നില്ല. എന്നിട്ടും ഇതെങ്ങനെ പൊട്ടിത്തെറിച്ചെന്ന് മനസ്സിലാകുന്നില്ല. മിക്കവാറും തിരിയിലോ കരിമരുന്നിലോ ചൂട് തട്ടിയതായിരിക്കാം കാരണം, വിൽസൺ കൂട്ടിച്ചേർത്തു. 3 നാളുകൾക്കപ്പുറം വരാനിരിക്കുന്ന തൃശൂർ പൂരത്തിന് തിരുവമ്പാടി ദേവസ്വത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിനുള്ള പടക്കങ്ങൾ നിർമ്മിക്കുന്ന തകൃതിയിലായിരുന്നു ജോലിക്കാർ. വൈകിട്ട് 3:30യോടെയാണ് എല്ലാം മാറിമറിഞ്ഞത്. പൊടുന്നനെ ഭൂകമ്പ സമാനമായ ശബ്ദം കേട്ടാണ് ആളുകൾ ഞെട്ടിയത്. ഓടിയെത്തിയവർ കണ്ടത് നിന്ന് കത്തുന്ന വെടിപ്പുരകളാണ്. പ്രദേശമാകെ പുക മൂടിക്കഴിഞ്ഞിരുന്നു. മരങ്ങളിലേക്കും തീ പടർന്നു. ചിലത് ചിന്നിത്തെറിച്ചു. വെടിപ്പുരകൾ പ്രവർത്തിച്ചിരുന്ന ഷെഡുകൾ തകർന്നു തെറിച്ച് അവ നിർമ്മിച്ചിരുന്ന കല്ലുകൾ ദൂരെ പാടത്തേക്ക് വരെ തെറിച്ചു വീണു. ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിൽ കണ്ടെത്തി. 40 പേരാണ് വെടിപ്പുരകളിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിവരം. സമീപത്തെ വീടുകൾക്കും കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ വെടിക്കെട്ട് അപകടങ്ങളിൽ ഒന്നായി മാറുമെന്നാണ് വിവരം.